കൊച്ചി കോർപ്പറേഷനിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഉദ്യോഗസ്ഥരെ ഭരണപക്ഷം സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ മേയർ സ്ഥലം മാറ്റി സഹായിക്കുന്നുവെന്നും പ്രതിപക്ഷം. ഈ മാസമാണ് കൊച്ചി കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു, കണ്ടിജന്റ് വർക്കറായ ജോൺ സേവ്യർ എന്നിവർ 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായത്. ഇതിൽ ഉദ്യോഗസ്ഥരായ മധുവിനെയും ഷാനുവിനെയും ഭരണപക്ഷം സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്ത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനുവിനെ ജോയിന്റ് ഡയറക്ടർ തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയത് മേയറുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഒരാളെ വിജിലൻസ് കൈയോടെ പിടിച്ചതിന് ശേഷം അയാളെ വീണ്ടും സർവീസിൽ തുടരാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന മേയർക്കെതിരെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തികച്ചും നിയമവിരുദ്ധവും അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. എന്നുണ്ടെങ്കിൽ നമ്മളുടെ നിയമ സംവിധാനത്തിൽ കൈയോടെ പിടിച്ച ആളെ വീണ്ടും പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്തരം സംവിധാനങ്ങൾ CPM-ന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റവന്യൂ ഇൻസ്പെക്ടർ കൈക്കൂലി ആവശ്യപ്പെടുന്നുവെന്ന പരാതി കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി മേയർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായവർ പാർട്ടിക്കാരായതുകൊണ്ട് നഗരസഭ ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്ഥലമാറ്റത്തിലൂടെ വിജിലൻസ് പിടിയിലായ ഉദ്യോഗസ്ഥർക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി മേയർ തുറന്നു കൊടുക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണവും ശക്തമാണ്. മേയറുടെയും നഗരസഭയുടെയും തീരുമാനങ്ങൾ ഭരണഘടനാ സ്ഥാപനത്തിന് ചേർന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ന്യൂസ് മലയാളം, കൊച്ചി.